ഇന്ത്യയുടെ ടോട്ടൽ ബഡ്ജറ്റ് എത്രയാണെന്നറിയോ ബൈജു ചേട്ടന്? ടോട്ടൽ ബഡ്ജറ്റ് 43 ലക്ഷം കോടി. ഒരു രാജ്യത്തിന്റെ ഒരു വർഷത്തെ മുഴുവൻ ബഡ്ജറ്റ്, ഡിഫൻസ്, ഇവിടുത്തെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഇവിടുത്തെ ഹെൽത്ത്, ഇവിടുത്തെ മറ്റുള്ള എല്ലാ മേഖലയിലും പെട്ട സംഭവങ്ങൾക്ക് കൂടെ ഒരു വർഷം സർക്കാർ ചെലവഴിക്കുന്ന അല്ലെങ്കിൽ ബഡ്ജറ്ററി അലോക്കേഷൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 43 ലക്ഷം കോടി രൂപയുടെയാണ്. അവിടെയാണ് ഇവര് 34-35 ലക്ഷം കോടി രൂപയുടെ അഡീഷണൽ ആവശ്യം മുന്നിലോട്ട് വെക്കുന്നത്. ഇന്ത്യയുടെ ഫിസിക്കൽ റവന്യൂ എന്ന് പറയുന്നത് ഫോർ അബൌട്ട് 32 lakh crores മാത്രമാണ്. 32 ലക്ഷം കോടി വരുമാനമുള്ള ഒരു രാജ്യത്ത് ഇപ്പോ ഓൾറെഡി 46 ലക്ഷം കോടി രൂപയുടെ ചെലവ് നമ്മളുടെ ഉണ്ട്. അതിന്റെ പുറത്ത് ഇനി 34 ലക്ഷം കോടി രൂപയുടെ അഡീഷണൽ എക്സ്പെൻഡിച്ചർ വരുന്ന കാര്യമാണ് ഇപ്പൊ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ രാജ്യത്ത് നടപ്പാക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടത്. ഇത് നടപ്പായാൽ ഇവിടെ കർഷകന്മാര് മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ, ബാക്കി ആരും ഉണ്ടാവാൻ സാധ്യതയില്ല ഈ നാട്ടിൽ. വേറെ ഒരു പണിക്കും ആരും പോവാൻ സാധ്യതയില്ല. പോയാൽ തന്നെ അവൻ കിട്ടുന്നത് മുഴുവൻ ടാക്സ് ആയിട്ട് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. കർഷകർക്ക് മാത്രം ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള സാധന സേവന സൗകര്യങ്ങളുമായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതൊന്നും തന്നെ പ്രാക്ടിക്കൽ അല്ല, ഇതൊന്നും തന്നെ പ്രാക്ടിക്കലായിട്ട് നടപ്പാക്കാൻ സാധിക്കുന്നതുമല്ല. ഇതെല്ലാം ബോധ്യം ഉണ്ടായിട്ടാണ് ഡൽഹിയില് സമരം നടത്തുന്നതും ഡൽഹിയിലെ സമരക്കാരെ ഇവിടെ ഇരുന്ന് ഐക്യദാർഢ്യപ്പെടുന്നതും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോ നമ്മള് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അങ്ങയുടെ പ്രൊഫൈലിലൂടെ പബ്ലിഷ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. അത് സവാള, അതല്ലെങ്കിൽ വലിയ ഉള്ളി. ഈ ഉള്ളിയുടെ പ്രത്യേകത എന്താണ്? ഇപ്പൊ ഈ ഉള്ളി ആ സമയത്ത് എനിക്ക് തോന്നുന്നു അത്ര ക്ഷാമം വരുന്ന സമയമാണോ അതല്ലെങ്കിൽ അല്ലയോ? എന്തുകൊണ്ടാണ് ഈ ഉള്ളി മാത്രം മോദി സർക്കാർ പ്രത്യേക താല്പര്യമെടുത്ത് അത്തരത്തിൽ എത്തിച്ചത്? ഇന്നിപ്പോൾ നമുക്കറിയാം 29 രൂപയുടെ നല്ല ശുദ്ധമായ പൊന്നി അരി നമ്മൾക്ക് ഇവിടെ എത്തിച്ചു തരുന്നുണ്ട്, കിലോക്ക് 29 രൂപ എന്നുള്ളത്. അത് ഒരു പക്ഷേ ഈ വിലക്കയറ്റത്തിന്റെ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം. കാരണം നരേന്ദ്രമോദിജിക്ക് ഈ കേരളത്തിൽ നിന്ന് വോട്ട് കിട്ടിയിട്ടോ അതല്ലെങ്കിൽ സീറ്റ് കിട്ടിയിട്ടോ അല്ല അദ്ദേഹം ഇപ്പോൾ ആദ്യ തവണ ഭരിച്ചതും രണ്ടാം തവണ ഭരണം കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നതും മൂന്നാമത് ഇനി വരാനിരിക്കുന്നതും. അതുകൊണ്ട് ആ ഒരു വോട്ട് കിട്ടാൻ വേണ്ടി പിണറായി വിജയൻ നൽകിയ ആ മലയാളികളെ ഹിറ്റെറിഞ്ഞ് വീഴ്ത്തിയ പോലെയുള്ള ആ ഒരു തട്ടിപ്പിനൊന്നും അദ്ദേഹം മുതിരില്ല എന്നുള്ളത് നമുക്കറിയാം. എന്നിരുന്നാലും ഈ ഉള്ളിയുടെ ഒരു സ്വാധീനം എന്താണ് ഈ ഭാരത രാഷ്ട്രീയത്തിൽ? മോദി ഈ ഉള്ളിയും അരിയും കൊടുത്തത് അല്ലെങ്കിൽ പരിപ്പും കൊടുത്തത് കേരളത്തിൽ മാത്രമാണ്, തൃശ്ശൂർ മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന വിദ്യാസുരന്മാരുണ്ട് നമ്മുടെ നാട്ടില്. സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് മോഡി തൃശ്ശൂര് സവാള വണ്ടി ഇറക്കി, അരിവണ്ടി ഇറക്കി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരുടെ ആ ഒരു ദയനീയ അവസ്ഥ കാണുമ്പോൾ വലിയ സങ്കടം തോന്നാറുണ്ട് മനസ്സിൽ. ഇത്രയുമൊക്കെ നമ്മുടെ രാജ്യത്തെ വാർത്താവിനിമയ സംവിധാനങ്ങളും നെറ്റ്വർക്കും ഒക്കെ ഉയർന്നിട്ടും അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടും ഈ കൂപമണ്ഡൂകങ്ങൾക്ക് മാത്രം യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് സത്യത്തില് വലിയ ദുഃഖത്തോടു കൂടിയിട്ട് ഞാൻ നോക്കിക്കാണാറുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ഉണ്ട്, നിങ്ങളുടെ ഫോൺ ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് തന്നെ ബൈജു ചേട്ടന് NCCF എന്നടിച്ചു നോക്കാം. NCCF എന്നടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അവര് ഓൾ അക്രോസ് ഇന്ത്യയില് ഡൽഹിയിലെ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ പോലും ഇത്തരത്തിലുള്ള കൗണ്ടേഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. സബോള, പലവ്യഞ്ജനങ്ങള്, അതുപോലെ തന്നെ ഈ MSMEകൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിങ്ങിന് സഹായിക്കുന്ന സെന്റേഴ്സ് ഈവൻ ഡൽഹി മെട്രോ സ്റ്റേഷൻസിൽ പോലും, എനിക്ക് തോന്നുന്നു ഇന്ദിരാനഗർ സ്റ്റേഷനിലൊക്കെ, ഞാൻ ആ സ്റ്റേഷന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, സ്റ്റിൽ ഒക്കെ ഇത്തരത്തിലുള്ള ധാരാളമായിട്ടുള്ള സ്റ്റോറുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ അക്രോസ്. മഹാരാഷ്ട്രയില്, ഗുജറാത്തില്, അഹമ്മദാബാദില്, വഡോദരയില്, ഭാവ്നഗറിലൊക്കെ വലിയ സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏതാണ്ട് ഒരു സൂപ്പർ മാർക്കറ്റിന്റെ വലിപ്പമുള്ള സ്റ്റോറുകൾ ഇത്തരത്തില് NCCF ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് ഞാൻ പറയുന്നതല്ല, ഹരിപ്രസാദ് പറയുന്നത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട. നിങ്ങൾ ജസ്റ്റ് NCCF എന്ന് പറഞ്ഞിട്ട് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഫോണിൽ ഇതിന്റെ ചിത്രങ്ങൾ, വീഡിയോ അടക്കമുള്ള ഈ റിപ്പോർട്ട്സും ബാക്കിയുള്ള സാധനങ്ങളും അവൈലബിൾ ആണ്.
ഗുജറാത്തിലൊക്കെ ധാരാളമായിട്ടുള്ള വണ്ടികളിൽ ഇത്തരത്തിലുള്ള മറ്റേ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ രാജ്യം മുഴുവൻ ഇത് നടക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ സുരേഷ് ഗോപിനെ വിജയിപ്പിക്കാൻ മോഡി നാസിക്കിൽ നിന്നും നാഗ്പൂരിൽ നിന്നും സബോള ഇറക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്താ പറയാ വിലപിക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ, പിന്നെ അവരുടെ ഒരു ശൈലി അതായത് കൊണ്ട് നമ്മള് കൂടുതൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാല് അവരത് അംഗീകരിക്കാൻ മനസ്ഥിതിയുള്ള ആൾക്കാരല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനു മുമ്പ് ഇന്ത്യ ഭരിച്ച അടൽ ബിഹാരി വാജ്പേയി സർക്കാര് അവര് തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് ടേം ഇന്ത്യയിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികള് വാജ്പേയി റിപ്പീറ്റ് ചെയ്യുമെന്നുള്ളതാണ് പ്രതീക്ഷിച്ചിരുന്നത്. മറ്റേ ഇപ്പോൾ മോഡി ഉണ്ടാക്കുന്ന പല കാര്യങ്ങളുടെയും ബാക്ക് എൻഡില് വാജ്പേയി സർക്കാരിന്റെ ഒരു വിഷനാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പോ അദ്ദേഹം ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു ക്യാപ്ഷൻ BJP-യുടേത്. അപ്പൊ ആ സമയത്ത് വലിയ ഒരു ഇഷ്യൂ ഉണ്ടായത് അദ്ദേഹം ഈ ഒരു പ്രീപോൺ ചെയ്തു എലക്ഷൻ, പെട്ടെന്ന് മറ്റേ നേരത്തെ എലക്ഷനിലേക്ക് കടക്കുകയും ആ സമയത്ത് ഇന്ത്യയിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉള്ളിയുടെ വില ഭയങ്കരമായിട്ട് ഉയർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചെറിയ ഉള്ളി 100 രൂപയും സബോള അന്ന് 90-100 റേഞ്ചിലൊക്കെ മറ്റേ എന്താ പറയാ ട്രേഡ് ചെയ്തു. അപ്പോ ഇതില് എന്ത് പറ്റിയെന്ന് വിചാരിച്ചാല് ഈ അവസരത്തില് ഉള്ളി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻസിനെ സംബന്ധിച്ച് പരിപ്പും ഉള്ളിയും അവരുടെ ജീവിതത്തിന്റെ വലിയ ഭാഗമായിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പൊ അവരെന്ത് ചെയ്തു വെച്ചാല് ഈ 100 രൂപയ്ക്കൊക്കെ ഉള്ളി വാങ്ങേണ്ട അവസ്ഥ വന്ന സമയത്ത് അവർക്ക് അത് വലിയൊരു വിലക്കയറ്റമായിട്ട് ഫീൽ ചെയ്തു. ഒബിയസ്ലി നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സാധനത്തിന് വില കൂടിയാൽ മറ്റെല്ലാ ഐറ്റത്തിനും വില കുറഞ്ഞാലും നമുക്ക് ആ ഒരു വിലകയറ്റം ഫീൽ ചെയ്യും. നേരെ തിരിച്ച് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനം വില കുറഞ്ഞു നിൽക്കുകയും ബാക്കി എല്ലാ സാധനത്തിനും വില കൂടിയാലും നമുക്ക് ആ ഒരു വിലകയറ്റം ഫീൽ ചെയ്യില്ല. അപ്പൊ അത്തരത്തിൽ ഈ ഉള്ളിയുടെ വില ഭയങ്കരമായിട്ട് ഇന്ത്യയിൽ കുതിച്ചുയർന്ന അവസരത്തില് ഇന്ത്യയിൽ ആകമാനം ഒരു വലിയ വിലകയറ്റം ഉണ്ട് എന്നുള്ളതിന്റെ അത്തരത്തിലുള്ള ഒരു ഫീൽ ഇവിടുത്തെ സാധാരണക്കാരുടെ മനസ്സിൽ വന്നു എന്നുള്ളതാണ്. അതാണ് പിന്നെ ലക്നൌവിൽ നടന്ന ഒരു സാരി വിതരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 10-13 പേര് അവിടുത്തെ തിക്കിലും തിരക്കിലും വിട്ട് മരിച്ച ഒരു ഇവന്റ്. ഇത് രണ്ടുമാണ് വാജ്പേയി സർക്കാരിനെ ബാക്ക് ഫയർ ചെയ്തു എന്നുള്ളതാണ് ഒരു ഇലക്ഷനെ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് അതേ ഒരു പരിപാടി ആയിരിക്കണം ഒരു പക്ഷെ ഇന്ത്യയില് ഇവര് വീണ്ടും പരീക്ഷിക്കാനായിട്ട് മുതിർന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വീക്ഷണം. ഇതിന് സബ്സ്റ്റാൻഡൈസ് ചെയ്യാനുള്ള ഒരു എവിഡൻസ് ഒന്നും എൻ്റെ അടുത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു കോമൺ സെൻസ് ബുദ്ധി വെച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏകദേശം അതേ ഒരു കാലയളവിലാണ് ഇന്ത്യയില് ഉള്ളിവില വീണ്ടും സർവകാല റെക്കോർഡ് 80 ഭേദിച്ച് 90 ഭേദിച്ച് 60-ലും 70-ലും സ്റ്റേബിൾ ആയിട്ട് നിന്നത്. അപ്പോ രാജ്യത്ത് വിലകയറ്റം വലിയ രീതിയിൽ അനുഭവപ്പെടുന്നു എന്നുള്ള ഒരു ഫീലിലേക്ക് ആളുകൾ എത്താൻ തുടങ്ങുന്നു. നാസിക്, മഹാരാഷ്ട്രയുടെ നാസിക് മേഖലകളിൽ നിന്നാണ് ഈ ഉള്ളിയുടെ വലിയ മറ്റേ സംഭരണവും അതുപോലെ കൃഷിയൊക്കെ നടക്കുന്നത്. ഉള്ളി ഇൻ ദ സെൻസ് സബോള. അവിടെ വലിയ രീതിയിൽ സ്വാധീനമുള്ള ശരത് പവാറിനെ പോലെയുള്ള നേതാക്കന്മാരെ അല്ലെങ്കിൽ NCPയെ പോലെയുള്ള ആളുകളുടെ സ്വാധീനം ഉപയോഗിച്ച് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പൂഴ്ത്തിവെപ്പ് സബോളയുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നത്. അപ്പൊ ഇവിടെ ഉള്ളി സബോള ചെയ്യുന്ന 1-2 ആൾക്കാരോട് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംവാദിച്ച സമയത്ത് അവർ ഈ നാസിക്കിലെ അവിടുത്തെ ഒരു സിനാരിയോ എന്നോട് പറഞ്ഞത് അവിടെ സാധാരണയിൽ കിട്ടുന്ന ഉണങ്ങിയ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഉള്ളിയെ സംബന്ധിച്ച്. ഉള്ളിക്ക് ഉണക്കം ഭയങ്കര വേണ്ട ഒരു സാധനമാണ്. നിങ്ങൾ നന്നായി ഉണക്കി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഉള്ളി 4-5 മാസം സുഖമായിട്ട് ഗോഡൌണിൽ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പൊ അവര് പറഞ്ഞത് ഈ ഒരു കാലയളവില് നമുക്ക് അവിടെ സാധാരണമായിട്ട് ലഭ്യമാകുന്ന അത്ര ഉണക്കമുള്ള ഉള്ളി കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് 2 റിസ്ക് ആണ്. ഒന്ന്, അത്തരം ഉള്ളി എന്ന് പറയുന്നത് ചീഞ്ഞു പോവാനും അതുപോലെ ഇവർക്ക് നഷ്ടം വരാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു റിസ്ക്. രണ്ടാമത്, അത്തരത്തിലുള്ള ഉണക്കം ധാരാളമുള്ള
ഉള്ളി ഇവര് സ്റ്റോർ ചെയ്തു എന്നുള്ളത് നമുക്കതിൽ നിന്ന് റീഡ് ചെയ്യേണ്ടതാണ്. അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഒരുപക്ഷെ മോദിജി കർഷകരിൽ നിന്ന് നേരിട്ട് ഉള്ളി സംഭരിക്കുകയും അത് ഇന്ത്യയിലെ എമ്പാടുമുള്ള സ്ഥലങ്ങളിൽ അവൈലബിൾ ആക്കുകയും ചെയ്തത് 29 രൂപയ്ക്ക്. അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് മോദിജിയുടെ ഭാഗത്തു നിന്ന് വന്ന സമയത്ത് ഈ പൂഴ്ത്തിവെച്ച ആളുകൾക്ക് മനസ്സിലായി ഇത് ഇനി അധികം കാലം അവിടെ ഇരിക്കില്ല, മാർക്കറ്റിൽ വില താഴേക്ക് വരും, നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുകയും നിങ്ങൾ ആ ഉള്ളിയുടെ വിലയുടെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏതാണ്ട് 80-ൽ നിന്ന് ഒരു മേ ബി വിത്തിൻ ഡേയ്സ് എന്ന് പറയാം ഈ ഉള്ളിയുടെ വില 30-ലേക്കോ 32-ലേക്കോ താഴ്ന്നു. അതും നല്ല ബെസ്റ്റ് ഉള്ളി, നല്ല വലിപ്പമുള്ള നല്ല ഉണക്കമുള്ള ഉള്ളി മാർക്കറ്റിൽ പെട്ടെന്ന് അവൈലബിൾ ആയി. അത്തരത്തിൽ ഒരു ഉണങ്ങിയ അല്ലെങ്കിൽ വളരെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഉള്ള ഒരു സാധനം നിങ്ങൾക്ക് അത്രയും ഹൈ പ്രൈസിൽ നിൽക്കുന്ന ഒരു സമയത്ത് നിന്ന് ലോ പ്രൈസിലേക്ക് സാധനം വന്ന അവസരത്തിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവില്ല, ഒരു സാധനം അവൈലബിൾ ആവില്ല. എപ്പോഴും നമ്മളുടെ ഫസ്റ്റ് ഗ്രേഡ് സാധനമാണ് എല്ലാവരും ആദ്യം വിൽക്കാൻ ശ്രമിക്കുക. വെൻ ഇറ്റ് ഈസ് എന്താ പറയുക, പ്രൈസ് ഈസ് ഓൺ ദ ഹയർ സൈഡ്. അത് എടുത്തു വെച്ചിട്ട് ആ ഫസ്റ്റ് ഗ്രേഡ് സാധനം ലോവർ റേറ്റിൽ വിൽക്കാൻ ഒരു വ്യാപാരിയും ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ നോക്കൂ, നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കൂ, ഇത് കേൾക്കുന്ന ആളുകൾ നിങ്ങളുടെ സ്വമേധയാ നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടൊന്ന് ആലോചിച്ചു നോക്കൂ. ഇപ്പോ മാർക്കറ്റിൽ ലഭ്യമാകുന്ന നല്ല വലിപ്പമുള്ള ഉണക്കമുള്ള ഉള്ളി ആ ഒരു സ്റ്റേജിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഷോർട്ടേജ് ആയിരുന്നു ഉള്ളിക്ക് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടം കൊണ്ട്, അല്ലാതെ ഈ ഒരു NCCF ഉള്ളി ഇറക്കി ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വിത്തിൻ 15 ഡേയ്സിൽ ഇത്തരത്തിലുള്ള ഒരു ഉള്ളി മാർക്കറ്റിൽ ലഭ്യമാകുക എന്ന് പറയുന്നത് നെവർ എവർ പ്രാക്ടിക്കൽ. അപ്പോ ഈ സാധനം എവിടെയോ എന്താ പറയാ പൂഴ്ത്തി വെച്ചിരുന്നതാണ്. മോദിജിയുടെ സർജിക്കൽ സ്ട്രൈക്കിന്റെ ഇമ്പാക്ട് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ അത് ഓഫ്ലോഡ് ചെയ്ത് തുടങ്ങി എന്ന് വേണം അതില് നമ്മൾ ഒരു കോമൺ സെൻസ് ബുദ്ധി വെച്ചിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ഓഫ്ലോഡ് ചെയ്ത സാധനം പെട്ടെന്ന് മാർക്കറ്റിലേക്ക് അവൈലബിൾ ആയപ്പോൾ സപ്ലൈ കൂടിയതിന്റെ ഫലമായിട്ട് അതുപോലെ ഉള്ളിയുടെ എക്സ്പോർട്ട് വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഇവർക്കൊക്കെ അത് തിരിച്ചടിയായി. അപ്പോ അത്തരത്തിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് മോദിയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു അവസരത്തിൽ ഉണ്ടായി. അത് ഇവര് പൂത്തിവെച്ച സാധനം പുറത്തേക്ക് ഇറക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും മാർക്കറ്റിൽ സപ്ലൈ കൂടുകയും അപ്പോ അതുവഴി വില കുറയുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോ ഉള്ളിയുടെ രാഷ്ട്രീയം ഉപയോഗിച്ച് വാജ്പേയി സർക്കാരിനെ നിലത്തിറക്കിയതുപോലെ ആ കളി മോദിയുടെ അടുത്ത് നടക്കില്ല, അല്ലെങ്കിൽ നടക്കാതെ പോയി എന്നുള്ളതാണ് ഇപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.